ഷാജൻ സ്കറിയ എന്നൊരു മാധ്യമ പ്രവർത്തകൻ കാതോലിക്കായും പാത്രിയർക്കീസും തമ്മിലുള്ള ബന്ധം, അവരുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, സുറിയാനി സഭകൾ എങ്ങനെ കേരളത്തിൽ ഉത്ഭവിച്ചു എന്നും മറ്റുമുള്ള വിഷയങ്ങളെപ്പറ്റി വളരെ ആധികാരികമായി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കേൾക്കുവാനിടയായി. പക്ഷേ നിർഭാഗ്യവശാൽ ക്ഷമാപണത്തോടെ പറഞ്ഞുകൊള്ളട്ടെ, പരസ്പര ബന്ധമില്ലാത്ത കുറെ വാചകങ്ങൾ അദ്ദേഹം പറയുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ചരിത്ര സത്യമോ യുക്തിയോ ഇല്ലാത്ത ഒരു ആഖ്യാനം നടത്തുവാൻ ആണ് അദ്ദേഹം ശ്രമിച്ചത്. അതിന് ഒരു വിശകലനവും മറുപടിയും നൽകുവാനാണ് ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നതായും കണ്ടു. പലരുടെ കാഴ്ചപ്പാടിൽ ചരിത്രം വ്യത്യാസമായി കാണും, അതുകൊണ്ട് ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്. അത് തന്നെയുമല്ല, സഭാവിജ്ഞാനീയം എന്ന ബൃഹത്തായ എൻസൈക്ലോപീഡിയയിൽ നിന്നുള്ള വിവരങ്ങളാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. പക്ഷേ സഭാവിജ്ഞാനീയം എന്ന് പറയുന്ന പുസ്തകം തന്നെ റോമാസഭ, അതല്ലെങ്കിൽ റോമൻ കാത്തലിക് സഭയുടെ ആധികാരികമായ ചരിത്ര പുസ്തകമാണ്. അത് മറ്റു സഭകൾ അംഗീകരിക്കുമെന്ന് വരുന്നില്ലല്ലോ. ഓരോ സഭയ്ക്കും അത് അതിൻ്റെതായ ചരിത്ര പുസ്തകങ്ങളുണ്ട്. ഞാനും ശ്രീ ഷാജൻ സ്കറിയയെ പോലെ ഒരു സഭയെയും പുകഴ്ത്തുവാനോ ഇകഴ്ത്തുവാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ചരിത്രത്തിൽ അനേകം പാകപ്പിഴകളുണ്ട്. പ്രത്യേകിച്ച് അത് സത്യത്തിനും നീതിക്കും നിരക്കുന്നതല്ലാത്തതിനാൽ വിശദമായി അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറ്റിയ പിശകുകൾ ക്ഷമാപണത്തോടെ എന്നാൽ വസ്തുനിഷ്ഠയോടെ തന്നെ ചൂണ്ടിക്കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കോമൺ പീപ്പിൾ, സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുവാൻ ആയിട്ടാണ് അദ്ദേഹം ഈ പ്രഭാഷണം ചെയ്യുന്നത് എന്ന് അദ്ദേഹം തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണക്കാരും ആയ ആളുകൾക്കും ബുദ്ധിയുണ്ട്. അവർക്ക് കേൾക്കുമ്പോൾ പല വിധത്തിലും ഇതിന് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. കാരണം എന്താ, സ്ഥിരതയില്ലാത്ത ഒരു കഥനമാണ്, ആധികാരികതയില്ലാത്തതാണ്. യുക്തിസഹമായ പുരോഗതിയും തമ്മിൽ കൂട്ടിയിണക്കവും യോജിപ്പും എന്ന് വേണ്ട ഒരു ചരിത്രാഖ്യാനത്തിന് വേണ്ടതായ യാതൊരു ബേസിക് നന്മകളും ഇതിൽ ഉണ്ടെന്ന് കാണുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുവാൻ, എൻ്റെ ഈ പ്രഭാഷണം ചെയ്യുവാൻ ബാധ്യസ്ഥയായത്. ഞാനും തീർച്ചയായും ഒരു സഭയുടെ ഉള്ളിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ യാക്കോബായ സഭ അംഗമാണ്. എന്നിരുന്നാലും യാക്കോബായ സഭയ്ക്കുള്ള ചരിത്രത്തെ യാക്കോബായക്കാർ തീർച്ചയായും ഡിഫെൻഡ് ചെയ്യും. അതിനെ അവര് തെറ്റായ ആഖ്യാനങ്ങൾ വരുമ്പോൾ അവരതിനെ ചെറുത്തു നിൽക്കും. ഇത് പുതുതായി കേൾക്കുന്ന ആശയമല്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് ഷാജൻ സ്കറിയ കേട്ടതിലെ പാകപ്പിഴകൾ, യുക്തിയുടെ പാകപ്പിഴകളും സ്ഥിരത, ആധികാരികത മുതലായവയുടെയും യോജിപ്പില്ലാത്തതിൻ്റെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ മാത്രമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ഇവിടെ വിലപ്പോവുകയില്ല എന്ന് ക്ഷമാപണത്തോടെ പറഞ്ഞു കൊള്ളട്ടെ. കാരണം ഏതൊരു വ്യക്തിയും അവനവന്റെ കാഴ്ചപ്പാടിൽ കാണുകയാണെങ്കിലും മറ്റൊരു കൂട്ടരുടെ ചരിത്രത്തെ വികലമാക്കുന്നതോ വികൃതമാക്കുന്നതോ ശരിയല്ല എന്ന് ഉള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്നാമതായി ഇദ്ദേഹം പറയുന്നത്, പോർച്ചുഗീസുകാർ 1498 കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ അനേക സഭകൾ ഉണ്ടായിരുന്നു അത്രേ. അത് ശരിയല്ല. കേരളത്തിൽ ഒരേ ഒരു സഭയെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വിശ്വാസമായിരുന്നു. അവരെല്ലാവരും ഒരു നേതാവ്, അതായത് അന്ന് മെത്രാപ്പൊലീത്തമാർ കേരളത്തിൽ ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഒരു അർക്കദിയാക്കോനായിരുന്നു. ആ അർക്കദിയാക്കോന്റെ കീഴിൽ ആയിരുന്നു സകല ക്രിസ്ത്യാനി ജനങ്ങളും കൂടിയിരുന്നത്. പോർച്ചുഗീസ്, അതിന്റെ തെളിവ് എന്താണെന്ന് നിങ്ങൾ ന്യായമായും ചിന്തിക്കാം എൻ്റെ കേൾവിക്കാർ. അതിന്റെ തെളിവ് ഒന്നാമതായി പോർച്ചുഗീസുകാരുടെ എല്ലാ രേഖകളിലും ഒരേ ഒരു സഭയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അവർ കണ്ടുമുട്ടിയ എല്ലാ ജനങ്ങളും ഈ ഒരു സഭയോട് ബന്ധപ്പെട്ടവര് അല്ലെ അതിന്റെ കീഴിൽ ഉള്ളവരായിരുന്നു എന്ന് അവർ തന്നെ സാക്ഷിക്കുന്നു. പ്ലീസ് എക്സ്ക്യൂസ് മീ. ഏറ്റവും വലിയതും പ്രബലമായതുമായ തെളിവ് എന്തെന്ന് വെച്ചാൽ
പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നതിന് 100 വർഷത്തിന് ശേഷം 1599 ഉദയംപേരൂർ സുന്നഹദോസ് കൂടുന്നത്. ആ സുന്നഹദോസിൽ ഒരേ ഒരു സഭയെ പറ്റി മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ആ സുന്നഹദോസിൽ എഴുതപ്പെട്ട 200ഓളം കാനോനകളിൽ ഒരേ ഒരു സഭയെ പറ്റി പരാമർശിക്കുന്നുള്ളൂ. ആ സഭ യാക്കോബായ സഭയായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു വിഷയമാണ്. അതിൽ വരും പ്രകാരം തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം പറയുന്നു പോർച്ചുഗീസുകാർ വന്നപ്പോൾ കേരളത്തിൽ അവർ കണ്ട ക്രിസ്ത്യാനികൾ റോമൻ കത്തോലിക്കരായിരുന്നു അത്രേ. ഇതെങ്ങനെ യുക്തിക്ക് ചേരുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുകയില്ല. കാരണം പോർച്ചുഗീസുകാർ വന്നപ്പം മുതൽ തദ്ദേശീയരായ ക്രിസ്ത്യാനികളോട് മത്സരവും മൽപിടുത്തവും സംഘർഷവുമായിരുന്നു. അതിൻ്റെ ഒരേ ഒരു കാരണം തദ്ദേശീയരായ ക്രിസ്ത്യാനികൾ റോമിലെ മാർപ്പാപ്പായ്ക്ക് കീഴിലായിരുന്നില്ല, റോമൻ കത്തോലിക്കരും ആയിരുന്നില്ല എന്നുള്ള ഒരേ ഒരു കാരണത്താലാണ് സംഘർഷം ഉണ്ടായത്. അതുകൊണ്ട് അവർ റോമാപ്പാപ്പായ്ക്ക് കീഴിലുള്ള കത്തോലിക്ക ക്രിസ്ത്യാനികളായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം അത്രമാത്രം അവർ വന്ന് അധിക താമസിയാതെ തന്നെ സംഘർഷമുണ്ടായി. അത് തന്നെയല്ല, ഉദയംപേരൂർ സുന്നഹദോസിന്റെ ഒരേ ഒരു ലക്ഷ്യം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ മാർപ്പാപ്പായുടെ കീഴിൽ റോമൻ കത്തോലിക്ക ആചാരവും വിശ്വാസവും ചട്ടങ്ങളും രീതികളും എല്ലാം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അവർ വന്നപ്പോൾ കണ്ടത് റോമൻ കത്തോലിക്കരായിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇതാണ് യുക്തിക്ക് ചേരുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞത്. മൂന്നാമതായി അദ്ദേഹം വേറെ ഒരു സൈഡിലേക്ക് ചാഞ്ഞ് വേറെ ഒരു ആഖ്യാനമുണ്ട്. പോർച്ചുഗീസുകാർ വന്നപ്പോൾ കൽദായ സുറിയാനിക്കാരായിരുന്നു. ഇതും സത്യത്തിനും നീതിക്കും യുക്തിക്കും നിരക്കാത്തതാണ്. കാരണം കൽദായ സുറിയാനിക്കാർ എന്ന സഭ തന്നെ തുടങ്ങിയത് 1553 പോർച്ചുഗീസുകാർ അതിന് 54 വർഷം മുൻപാണ് വന്നതെന്ന് ഓർക്കണം. അപ്പം ലോകത്തിലൊരിടത്തും കൽദായ സുറിയാനിക്കാർ എന്നൊരു സഭ 1498 1500 ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 53 വർഷവും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഉണ്ടായത് തന്നെ, അങ്ങനെ ഒരു സഭ ഉണ്ടാകുന്നത് തന്നെ. അത് ചരിത്രകാരന്മാർ എല്ലാവർക്കും, നിങ്ങൾക്ക് തന്നെയും ഒരു ഇന്റർനെറ്റിൽ 1-2 വാക്കുകൾ കൽദായ സുറിയാനി സഭ ഒറിജിൻ ORIGIN ഇത്രയും അടിച്ചാൽ വസ്തുതാപരമായി നിങ്ങൾക്ക് സ്വന്തമായി വായിച്ച് മനസ്സിലാക്കി സ്വയം ബോധ്യപ്പെടുവാൻ സാധിക്കും. കൽദായ സഭ 1553 ഉണ്ടായത്. അതിൻ്റെ ഒരു മെത്രാപ്പോലിത്ത കേരളത്തിൽ വന്നു, അത് ശരിയാണ്. അദ്ദേഹം വന്നത് 1554-55 കാലങ്ങളിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് സുലാക്ക എന്നായിരുന്നു. അതിലേക്ക് ഞാൻ പിന്നെ വരാം. പിന്നെ ഒരു വാദം പറയുന്നത് പോർച്ചുഗീസുകാർ വന്നപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം നെസ്തോറിയരായിരുന്നു. ഇവിടെയാണ് രാജൻസ്കറിയ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, ഷാജൻസ്കറിയ, പേര് ഞാൻ തെറ്റിച്ചു പറഞ്ഞത് ക്ഷമിക്കണേ. ഷാജൻസ്കറിയ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഈ പ്രഭാഷണം നടത്തുന്നതെന്ന മുഖവുരയോടെയാണ് തുടങ്ങിയത്. സാധാരണ ജനങ്ങൾ ഇതിൽ പരം ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന മറ്റൊരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടില്ല. കാരണം ആദ്യമേ പറയുന്നു റോമൻ കത്തോലിക്കരായിരുന്നു, പിന്നെ പറയുന്നു കൽദായ സുറിയാനിക്കാരായിരുന്നു, പിന്നെ ഇതാ മൂന്നാമത് പറയുന്നു പോർച്ചുഗീസുകാർ വന്നപ്പോൾ ആദ്യമായി അവർ കണ്ട ക്രിസ്ത്യാനികൾ നെസ്തോറിയരായിരുന്നു എന്ന്. ഇതും ലോജിക്കലായിട്ട് നോക്കുമ്പോഴും സഭയുടെ പുരോഹിത വൃന്ദത്തിന്റെ ശ്രേണി നോക്കുമ്പോഴും ചരിത്രം നോക്കുമ്പോഴും ഇത് അസാധ്യമായ കാര്യമാണ്. കാരണം നെസ്തോറിയക്കാർ കേരളത്തിൽ ഒരിക്കലും കാലൂന്നുകയുണ്ടായിട്ടില്ല. അവര് സിൽക്ക് റൂട്ട്, വടക്കോട്ട് പോകുന്ന ഒരു സിൽക്ക് റൂട്ട് ഉണ്ട്. ബാഗ്ദാദ്, സെലൂഷ്യ, ടെസിഫോൺ എന്നൊക്കെ പറയുന്ന നെസ്തോറിയരുടെ ആസ്ഥാനങ്ങളിൽ നിന്നും
വടക്കോട്ടും അവിടെ നിന്ന് കിഴക്കോട്ടും പോകുന്ന ഒരു സിൽക്ക് റൂട്ട് ഉണ്ട്. അതാണ് ചൈനയിലെത്തുന്നത്. അങ്ങനെ അവർ ചൈനയിലെത്തി എന്ന് ചരിത്രം ആധികാരികമായി പറയുന്നുണ്ട്. തുർഫാൻ, TURFAN, തുർഫാൻ എന്ന് പറയുന്ന മധ്യ ചൈനയുടെ ഒരു പട്ടണത്തിൽ അവർ ക്രിസ്തു മതത്തിന്റെ വലിയൊരു സംഘത്തെ കൂട്ടി അവിടെ 600 വർഷത്തോളം അല്ലെങ്കിൽ 700 വർഷത്തോളം ക്രിസ്ത്യാനി സഭ പ്രബലമായി നിന്നിരുന്നു എന്നുള്ളതിന് ശിലാലിഖിതങ്ങളും മറ്റനേക തെളിവുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ അത് പോയിട്ട് യാതൊരു നെസ്തോറിയ സഭയുടെ ലാഞ്ചന പോലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ സാധിക്കും കേരളത്തിൽ നെസ്തോറിയ സഭ ഉണ്ടായിരുന്നില്ല. നെസ്തോറിയരുടെ മെത്രാന്മാർ വന്നത് തന്നെ ആദ്യമായി മാർ അബ്രഹാമാണ്. അദ്ദേഹം 1550 ആദ്യമായി വന്നത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ നെസ്റ്റോറിയനാണെന്ന് മനസ്സിലാക്കി അന്നേരം തന്നെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. പിന്നെ അദ്ദേഹം 50 വർഷത്തോളം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആ സമയത്തിനിടയ്ക്ക് തന്നെ പോർച്ചുഗീസുകാർ 2 പ്രാവശ്യം പിടിച്ച് ഗോവയിലെ ജയിലിലിടുകയും അവിടെ നിന്ന് ദണ്ഡന സ്ഥലം, അതായത് മതപരമായ വിചാരണ ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന പദം ഇൻക്വിസിഷൻ, അവിടെ വിചാരണയിൽ മിക്കവാറും വിചാരണ നടത്തപ്പെടുന്നവർ വിചാരണയിൽ ജയിക്കുകയില്ല. അതിന്റെ ഫലം തൂണോട് ചേർത്ത് കെട്ടി നിർത്തി തീയിട്ട് ദഹിപ്പിക്കുകയായിരുന്നു. അത്ര ഭയാനകമായ ശിക്ഷയാണ് കത്തോലിക്ക സഭക്കാർ നെസ്റ്റോറിയരോട് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുവാനായി മാർ അബ്രഹാമിനെ 2 പ്രാവശ്യം ലിസ്ബണിലേക്ക് കപ്പലിൽ കൊണ്ടുപോയി 2 പ്രാവശ്യവും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട് തിരികെ കേരളത്തിൽ എത്തുകയായിരുന്നു. ഇതൊക്കെ എഴുതപ്പെട്ട ചരിത്രമാണ്. അത് തന്നെയുമല്ല, കേരളത്തിൽ നോക്കിയാൽ നെസ്തോറിയ സഭ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഭാഷാപരമായ ഒരു തെളിവുകളില്ല, സാംസ്കാരികമായ ഒരു തെളിവില്ല. പുരോഹിത ശ്രേണിയുടെ യാതൊരു ലാഞ്ചനയും കേരളത്തിലെ പുരോഹിത ശ്രേണിക്കില്ല. വിശ്വാസപരമായി ഡോക്ട്രൈനൽ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട സത്യങ്ങളുമായി യാതൊരു വിധത്തിലും കേരള സഭയിലെ വിശ്വാസ സത്യങ്ങൾ ചേർന്ന് പോകുന്നതായി കാണുന്നില്ല. പിന്നെ തിയോളജിക്കലി അങ്ങനെയും ഒരു ലാഞ്ചനയും നെസ്റ്റോറിയ സഭയുമായിട്ടില്ല. കുർബാനയുടെ തക്സ അനുസരിച്ച് ലിറ്റർജിക്കലി യാതൊരു ബന്ധവുമില്ല. കേരളത്തിലെ സുറിയാനിക്കാരുടെ പള്ളികളുടെ ആർക്കിടെക്ചർ, അത് യാതൊരു വിധത്തിലും നോക്കിയാലും, കുരിശിന്റെ ആകൃതി നോക്കിയാലും, പള്ളിയുടെ രീതി, പണിയുന്നതിന്റെ ആർക്കിടെക്ചറൽ രീതി നോക്കിയാലും നെസ്റ്റോറിയ പള്ളികളുമായി യാതൊരു സാമ്യവുമില്ല. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമുക്ക് നിഷ്പ്രയാസം തള്ളിക്കളയുവാൻ സാധിക്കുന്ന ഒരു വാദമാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ നെസ്തോറിയർ എന്ന് ആ കാലത്ത്. അത് അവരുണ്ടായത് 431 എഫെസസിലെ സുന്നകദോസിൽ വെച്ചായിരുന്നു ആദ്യമായി ഈ വേദവിപരീതം ചർച്ച ചെയ്യപ്പെടുന്നത്. അന്ന് തന്നെ അതിനെ ശപിച്ച് തള്ളിയ വിശ്വാസങ്ങളാണ് ഇവർ അവരുടെ സംഹിതകളായി സ്വീകരിച്ചിരുന്നത്. അത് തന്നെയുമല്ല, 451 കൽക്കദോന്യ സുന്നകദോസോടുകൂടി ക്രിസ്തു സഭ തന്നെ 3 പിളർന്നുപോയി. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നെസ്റ്റോറിയർ എന്ന മുദ്ര കുത്തപ്പെട്ട വേദവിപരീതികളെന്ന് മറ്റ് ക്രിസ്ത്യാനികൾ, സർവ്വ ക്രിസ്ത്യാനികളാലും മുദ്ര കുത്തപ്പെട്ട ഈ ചെറിയ കൂട്ടം ജനം സെലൂഷ്യ ടെസ്റ്റിഫോണ ആസ്ഥാനമാക്കി അവിടെ അവരുടെ സഭ പേർഷ്യ എന്ന രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിച്ചു പോന്നു. അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, അതായത് 1200 വർഷത്തിന് ശേഷം അവരുടെ ഈ വേദവിപരീതത്തിന്റെ ആ കഠിനതകൾ അല്പം മായ്ച്ചു കളയുകയും അല്പം മറ്റു സഭകളുമായി ചേർന്ന് പോകുവാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്കറിയാവുന്നതുപോലെ ഏതൊരു ചരിത്ര അന്വേഷിക്കുന്നയാൾക്കും മനസ്സിലാകുന്നത് പോലെ 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന നെസ്റ്റോറിയ സഭക്കാരായ 3 പിതാക്കന്മാരും നെസ്റ്റോറിയ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നു എന്ന് രേഖാമൂലമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗീസുകാർ അവരെ പിടിച്ചു കെട്ടുവാനും ദണ്ഡന സ്ഥലത്തേക്ക് അയക്കുവാനും ഇടയായത്. അതൊക്കെ പോട്ടെ.
അതൊക്കെ ഓരോ സഭകൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അവർ നിലനിൽക്കുന്നു. 2000 വർഷത്തോളം മറ്റു സഭകൾ നിന്നതുപോലെ, 2000 അല്ല, സോറി, 1600 വർഷം അവരും നിലനിന്നു. അതിനുശേഷം പ്രശംസാവഹമായ രീതിയിൽ അവർ പ്രേക്ഷിത പ്രവൃത്തികൾ ചൈനയിൽ നടത്തി, അവിടെ ഒരു സഭയുണ്ടാക്കിയെടുത്തു. അതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ആ സഭയെ ആരും നിന്ദിക്കുന്നില്ല. പക്ഷേ ഓരോ സഭയുടെയും അസ്തിത്വം വേറെയാണെന്നുള്ളത് കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല. ഇനിയത്തെ അടുത്ത വാദം, ഉദയംപേരൂർ സുന്നഹദോസ് 1599 കൂടിയപ്പോൾ നെസ്തോറിയൻ സഭയെപ്പറ്റിയും അതിൻ്റെ വേദവിപരീതത്തെ പറ്റിയും മാത്രമാണ് പറയുന്നത് എന്ന് ഷാജൻ സ്കറിയ പറയുന്നു. അത് ഒരു പരിധി വരെ ശരിയാണ്. ആർച്ച് ബിഷപ്പ് അലക്സിയസ് ഡി മിനേസിസ് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളെ വേദവിപരീതികളായി മുദ്രകുത്തുവാനും അവരെ വളരെ കർക്കശമായ ഭാഷയിൽ നിന്ദിക്കുവാനും ഒക്കെ ഈ വേദി ഉപയോഗിക്കുകയുണ്ടായി. പക്ഷെ അതെല്ലാം അവരുടെ വേദം തിരുത്തുവാനായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ മെനസേസിന്റെ ആകെ ഒരു ഉദ്ദേശം അവരെ റോമിന് കീഴിൽ കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു. ഓക്കെ, അതിന് അദ്ദേഹം മെനസേസ് കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നത് 1598 അപ്പോൾ അദ്ദേഹം മറ്റൊരു കത്തോലിക്ക പുരോഹിതൻ എഴുതിയ ഒരു എഴുത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ എഴുത്തിനകത്ത് അദ്ദേഹം പറയുന്നു, ഈ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ നെസ്തോറിയരാന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇത്ര നാള് ധരിച്ചിരുന്നത് അവരുടെ പിതാക്കന്മാർ, അതായത് ബിഷപ്പുമാർ അലക്സാൻഡ്രിയയിൽ നിന്നാണ് വരുന്നതെന്നായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അതുവരെ കിട്ടിയിരുന്ന വിവരം തെറ്റായിരുന്നോ? ഒരുപക്ഷെ യാക്കോബായ സഭയും കോപ്റ്റിക് സഭയും അലക്സാൻഡ്രിയയിലെ കോപ്റ്റിക് സഭയും ഒരേ വിശ്വാസമായിരുന്നു. മിയാഫൈസൈറ്റ്സ് എന്ന് പറയുന്ന വിശ്വാസമായിരുന്നു അവരുടേത്. അതുകൊണ്ടായിരുന്നിരിക്കാം അന്നത്തെ തിട്ടമായ വിവരങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ഒരുപക്ഷെ ഒരു കേട്ടുകേൾവി അവിടെ ഉണ്ടായിരുന്നത് അവരുടെ മെത്രാന്മാർ അലക്സാൻഡ്രിയയിൽ നിന്ന് വരുന്നു. അതിനുശേഷം ഓഫ് കോഴ്സ് 1550 1599 ഇടയ്ക്ക് 3 നെസ്തോറിയ മെത്രാന്മാർ വന്നു. അപ്പോൾ മെനസീസ് അതേലാണ് പിടിച്ചത്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെയുള്ളവർ നെസ്തോറിയരായിരുന്നു എന്ന്. ഇതൊക്കെ ചരിത്രത്തിന്റെ തലനാര് ഇഴ കീറി വിശകലനം ചെയ്തും ബുദ്ധിയോടെയും ലോജിക്കലായിട്ടും യുക്തിയോടെയും ഓരോ നിരൂപണങ്ങളും നടത്തിയും അതിൻ്റെ അവസാന ദിശയിൽ എത്തിക്കഴിഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഷാജൻ സ്കറിയയെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഒന്നുകിൽ ഇങ്ങനത്തെയുള്ള പ്രയാസം പിടിച്ച വിഷയങ്ങളെ പറ്റി വളരെ കാര്യമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന രീതിയിൽ വളരെയേറെ റിസർച്ച് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുവാൻ, ധൈര്യപ്പെടുവാൻ. ഇതിൻ്റെ ഉദയംപേരൂർ സുന്നഹദോസിനെ പറ്റിയുള്ള അനേകം തെളിവുകൾ അനേക പുസ്തകങ്ങളിലുണ്ട്. അത് വിശ്വസനീയമായ പുസ്തകങ്ങളെന്ന് പറയുവാൻ ഞാൻ ധൈര്യപ്പെടുന്നു. കാരണം അനേക പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് ഏതിനകത്ത് യുക്തിയുണ്ട്, ഏതിനകത്ത് സത്യമുണ്ട്, ഏതിനകത്തെ വാദങ്ങളാണ് സാമാന്യ ബുദ്ധിക്ക് ചേരുന്നത്, പരസ്പര ബന്ധം, പരസ്പര ഇണങ്ങിച്ചേരലുകൾ, ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? ആ പുസ്തകം എഴുതിയ ആളിൻ്റെ സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ അനേക പുസ്തകങ്ങൾ ഉള്ളതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് ഞാൻ തരാം. പുകടി ലിറ്റൂപ്പ് റൈറ്റർ 1869 എഴുതിയ പുസ്തകം. അതിനകത്ത് നെസ്തോറിയൻ ബിഷപ്പ് മാർ അബ്രഹാം, മാർ ജോസഫ് സുലാക്ക, മാർ സൈമൺ എന്നിവരെ പറ്റി പറയുന്നുണ്ട്. അവർ 3 നെസ്തോറിയരായിരുന്നു. അവർ അനേകം പുസ്തകങ്ങളുമായിട്ടാണ് കേരളത്തിൽ വന്നത്. അവരുടെ വിശ്വാസം എന്തായിരുന്നു? ആ പുസ്തകങ്ങളെല്ലാം പോർച്ചുഗീസുകാർ കണ്ടുകെട്ടി അവരെ റോമിലേക്കോ ലിസ്ബണിലേക്കോ അയച്ചു എന്നതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളാണ്.
പക്ഷേ ഒരു സത്യം ഉള്ളത്, അലക്സിസ് ഡി മെനേസിസ് കേരളത്തിൽ വന്നപ്പോൾ നെസ്റ്റോറിയ പുസ്തകങ്ങൾ കേരളത്തിൽ കണ്ടു, അത് ശരിയാണ്. പക്ഷേ പുസ്തകങ്ങൾ കേരളത്തിൽ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ നെസ്റ്റോറിയരായിരുന്നു എന്ന് നിഗമനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കയില്ല. കാരണം ഇന്നിപ്പം ശൂന്യാകാശത്ത് നിന്ന് ഒരു സ്പേസ്മാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ലണ്ടനിൽ കാർൽ മാർക്സിന്റെ പുസ്തകം കണ്ടതുകൊണ്ട് ബ്രിട്ടീഷുകാരെല്ലാം കമ്മ്യൂണിസ്റ്റുകളായിരുന്നു എന്ന് നിശ്ചയിക്കുവാൻ സാധിക്കയില്ലല്ലോ. അതുപോലെ തന്നെയാണിത്. കേരളത്തിൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, അതും 16-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവരപ്പെട്ട പുസ്തകങ്ങളാണ് എന്നുള്ളത് ആ പുസ്തകങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ലൈബ്രറിയിൽ ആ ഉള്ള കാറ്റലോഗിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ എവിടുന്ന് കിട്ടി, എപ്പോഴാണ് വത്തിക്കാനിലേക്കോ സോർബോണിലേക്കോ ലിസ്ബണിലെ ലൈബ്രറിയിലേക്കോ ഒക്കെ കൊണ്ടുപോയതെന്ന്. എനിവേ, ഇതിൻ്റെ എല്ലാം ഏറ്റവും നല്ല തെളിവായി നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, ഇത്രത്തോളം ഉദയംപേരൂർ സുന്നഹദോസിനെ ആശ്രയിച്ചാണ് കേരളത്തിലെ സുറിയാനിക്കാരുടെ വ്യക്തിത്വം എന്താണെന്ന് തെളിയിക്കാൻ നോക്കുന്നത് എങ്കിൽ, ഉദയംപേരൂർ സുന്നഹദോസിൽ കേരളത്തിലെ സുറിയാനിക്കാരെ മുഴുവനും റോമാസഭയുടെ കീഴിൽ കൊണ്ടുവന്നു. അതിൽ നിന്ന് വിമോചിതരാകുവാൻ വേണ്ടി അവരെന്തുകൊണ്ട് പിന്നെ നെസ്തോറിയ സഭയോട് അപേക്ഷിച്ചില്ല? ഇതാണ് ഏറ്റവും വലിയ തെളിവ്. അവർ നെസ്തോറിയരായിരുന്നില്ല എന്നുള്ളത്. അവരാകെ അപേക്ഷിച്ചത് അന്ത്യോഖ്യയിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകും, അവർ അതുവരെ അന്ത്യോഖ്യ വിശ്വാസികളായിരുന്നു. മറ്റൊരു സഭക്കാർ വന്ന് അവരെ വിശ്വാസം മാറ്റി കീഴടക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർ അന്ത്യോഖ്യയിലേക്ക് തന്നെ വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു. അത് അസന്നിഗ്ധമായ തെളിവാണ്. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. റോമും അന്ത്യോഖ്യയും തമ്മിലുള്ള ബന്ധം 4-ാം നൂറ്റാണ്ടിൽ അവസാനിച്ചു, അവർ ഭിന്നിച്ചു പോയി. ഇത് ഷാജൻ സ്കറിയായിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 4-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 300 AD 300 തൊട്ട് 399 വരെയുള്ള കാലങ്ങളാണ്. അവിടെ റോമും അന്ത്യോഖ്യയും തമ്മിൽ യാതൊരു സംഘർഷവും ഉണ്ടായിരുന്നില്ല. 4-ാം നൂറ്റാണ്ടിൽ സർവ്വ ക്രിസ്ത്യാനികളും ഏറ്റവും ഹാർമോണിയസ് ആയിട്ടും ഒരേ വിശ്വാസത്തിലും ഒരേ തിയോളജി ആൻഡ് ഡോക്ട്രിന്റെ കീഴിലുമായിരുന്നു നിലനിന്നിരുന്നത്. ഇത് കോൺസ്റ്റന്റൈൻ എന്ന മഹാനായ റോമൻ ചക്രവർത്തിയുടെ കാലമായിരുന്നു എന്ന് ഓർക്കണം. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന രീതിയെല്ലാം റോമ അധികാരികൾ അവസാനിപ്പിച്ചിരുന്നു. കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി ഏത് മനുഷ്യനും ഏതൊരു വിശ്വാസവും വെച്ച് പുലർത്തുവാനുള്ള അനുവാദം രാജകീയ അനുമതിയായി വിളംബരം ചെയ്തു. ബാറ്റിൽ ഓഫ് മിൽവിയാൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന AD 311 വലിയൊരു യുദ്ധത്തിൽ രാജാവ് വിജയിച്ചതിന് ശേഷമാണ് എന്തോ ഒരു അത്ഭുതമുണ്ടായി എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും 312 ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന പട്ടണത്തിൽ നിന്നുള്ള വിളംബരം അല്ലെങ്കിൽ പ്രഖ്യാപനത്തോടു കൂടിയാണ് ക്രിസ്ത്യാനികൾക്കും ഏത് മതക്കാരനും അവനവന്റെ മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും ചക്രവർത്തി അനുവാദം നൽകിയത്. ആ 300 കാലങ്ങളിൽ 4th സെഞ്ചുറിയിൽ അന്ത്യോഖ്യയും റോമായും തമ്മിൽ യാതൊരു സംഘർഷവും ഇല്ലായിരുന്നു. രണ്ടും പിളർന്നുമില്ല. ഷാജൻ സ്കറിയ ഇങ്ങനെയുള്ള അസത്യങ്ങളും യാതൊരു നീതിക്കും ചേരാത്തതുമായ വാചകങ്ങൾ പറയുന്നത് സ്വീകരിക്കുവാൻ പ്രയാസമാണ്. അത് തന്നെയുമല്ല, ആ നൂറ്റാണ്ടിലാണ് 4-ാം നൂറ്റാണ്ടിൽ 2 മഹത്തായ സുന്നഹദോസുകൾ നടന്നു. നിഖ്യാ സുന്നഹദോസും കുസ്തന്തീനോപ്പോലിസിലെ സുന്നഹദോസും. അവിടെ കൂടപ്പെട്ട മെത്രാന്മാരും വന്യവയോധികരായ പരിശുദ്ധന്മാരും എല്ലാം ഒറ്റക്കെട്ടായി ഒരു വിശ്വാസത്തിന് കീഴിൽ നിന്നിരുന്നവരാണ്. അവരാകെ ഈ സുന്നഹദോസുകളിൽ ശ്രമിച്ചത് ആര്യനിസം എന്ന് പറയുന്നതും മറ്റു അനേകം വേദവിപരീതങ്ങളെ പരിശോധിച്ച് അവയെ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്തത്. എനിവേ, അടുത്ത 4-ാമത്തെ ബൃഹത്തായ പോയിന്റ്, പാത്രിയർക്കീസ് ഓഫ് ആന്റിയോക്ക് ഈസ് ദ ഹെഡ് ഓഫ് ഓൾ ഓർത്തഡോക്സ് ചർച്ച്.
ലോകത്തിലെ സർവ്വ ഓർത്തഡോക്സുകാരുടെയും അധിപനൊന്നുമല്ല അന്ത്യോക്യ പാത്രിയർക്കീസ്. വസ്തുതാപരമായ ഒരു തെറ്റാണ്. അത് അദ്ദേഹം മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കും. ലോകത്തിൽ അനേക ഓർത്തഡോക്സ് സഭക്കാരുണ്ട്. കോപ്റ്റിക് ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഓർത്തഡോക്സ് സഭയാണ്. അതിൻ്റെ ആസ്ഥാനം അലക്സാൻഡ്രിയ ആണ്. അപ്പോൾ ചിലപ്പോൾ അതിനെ അലക്സാൻഡ്രിയൻ സഭ എന്നും പറയും. അത് ഓർത്തഡോക്സ് സഭക്കാരാണ്. സുറിയാനി സഭക്കാരുമായി എല്ലാ വിധത്തിലും ഐക്യമുള്ള ഒരു സഭയാണ്. രണ്ടാമത് ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട്. അതും ബൃഹത്തായതും പൗരാണികത ഏറ്റവും ഉള്ളതുമായ അന്ത്യോക്യയിലെ സുറിയാനിക്കാരെ പോലെയും അലക്സാൻഡ്രിയയിലെ സുറിയാനിക്കാരെ പോലെയും മഹാത്മ്യമുള്ള ഒരു സഭയാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. എങ്കിലും അതും വളരെ പൗരാണികതയും മാന്യതയും എല്ലാം അർഹിക്കുന്ന ഒരു സഭയാണ്. ഇതിൻ്റെ എല്ലാം ഈ വിഭിന്നമായ ഓർത്തഡോക്സ് സഭകൾക്ക് അതിൻ്റെതായ പാത്രിയർക്കീസന്മാരുണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, മർത്തോമ സ്ലീഹ കേരളത്തിൽ സുറിയാനി സഭ സ്ഥാപിച്ചു. ഇദ്ദേഹം എവിടെ നിന്നാണ് ചരിത്രം വായിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. മർത്തോമ സ്ലീഹ കേരളത്തിൽ വന്ന് ക്രിസ്തു മതം സ്ഥാപിച്ചു. പക്ഷെ അത് സുറിയാനി ക്രിസ്തു മതമായിരുന്നില്ല. സുറിയാനി ആരാധനാ ഭാഷയും ആരാധനാ രീതിയും ആരാധനാ ക്രമങ്ങളും ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളായിരുന്നില്ല. അവർ അവരുടെ തമിഴിൽ സംസാരിച്ചിരുന്നിരിക്കണം. സ്ലീഹ പഠിപ്പിച്ച പ്രാർത്ഥനകളും സ്ലീഹ പഠിപ്പിച്ച വേദഭാഗങ്ങളും എഴുതിയിട്ട് അതിൻ പ്രകാരം മതപരമായ ജീവിതം നയിച്ചവരായിരുന്നിരിക്കണം. സുറിയാനി രീതികളെല്ലാം കേരളത്തിൽ വന്നത് AD 345 ക്നായ് തോമായോടുകൂടി വന്ന സുറിയാനി ജനങ്ങളുടെ വരവോടുകൂടി മാത്രമാണ്. ഇത് അനിഷേധ്യമായ ചരിത്ര വസ്തുതയാണ്. അതിനെ നിരാകരിച്ചുകൊണ്ട് മറ്റൊരു ചരിത്രം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല. ആറാമത്തെ പോയിന്റ്, അന്ത്യോഖ്യയിൽ ഉണ്ടായിരുന്ന സഭയാണ് സെലൂഷ്യയിലേക്ക് മാറ്റി പേർഷ്യൻ സഭയായത്. പിന്നെ പറയുന്നു, ഇത് വളർന്നു വലുതായാണ് കിഴക്കിൻ്റെ സഭയുണ്ടായത്. ഇത് എത്രമാത്രം ചിന്താക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് ഷാജൻസ്കറിയ മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അന്ത്യോഖ്യയിലെ സഭ കിഴക്കോട്ട് മാറ്റി സെലൂഷ്യ എന്ന പട്ടണത്തിൽ പേർഷ്യൻ സഭ ഉണ്ടാക്കുകയായിരുന്നില്ല. അതിൻ്റെ പിന്നെ പേര് മാറ്റി ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്നാക്കിയില്ല. അതല്ല ചരിത്രം. അന്ത്യോഖ്യ എന്ന് പറയുന്നത് ഒരു പാത്രിയർക്ക ആസ്ഥാനമാണ്. പേർഷ്യൻ ചർച്ച് എന്ന് പറയുന്നതും ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്നതും ഒരേ ഒരു സഭയാണ്. അത് പേർഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തായിരുന്നത് കൊണ്ട് പേർഷ്യൻ ചർച്ച് എന്ന് അതിന് പേര് വന്നു. അതിൻ്റെ ശരിയായ പേര് ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്നാണ്. ഈ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് അന്ത്യോഖ്യ സഭയുടെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ വളരെയേറെ വിസ്താരമുള്ള ഭൂപ്രദേശങ്ങളായിരുന്നതിനാൽ ഒരു ആസ്ഥാനത്ത് നിന്നും ഇത്രയും വിസ്തൃതമായ ഭൂപ്രദേശത്തെ മെത്രാപ്പൊലീത്തമാരെ അയച്ചും പട്ടക്കാരെ അയച്ചുമൊക്കെ ഭരിക്കുവാൻ പ്രയാസമായിരുന്നു. അത് തന്നെയുമല്ല, ഒരു ഭയങ്കരമായ സംഭവം ഉണ്ടായി 4-ാം നൂറ്റാണ്ടിൽ. അത് പേർഷ്യ സഭക്കാർ എപ്പോഴും തങ്ങളുടെ മെത്രാപ്പൊലീത്തായെ അഭിഷേകം ചെയ്യുവാൻ അന്ത്യോഖ്യയിലേക്ക് അയക്കുമായിരുന്നു. ആദ്യത്തെ ഒരു 100-200 വർഷത്തോളം, 200-ന് താഴെ. അങ്ങനെ ഏകദേശം 230-ൽ 2 പേരെ അയച്ചു. അഹുഡാബുയി, കമിഷോ എന്ന 2 പേരെ അന്ത്യോഖ്യയിലേക്ക് അയച്ചു. അവർ ഒരു അതിഥേയന്റെ വീട്ടിൽ താമസിക്കവേ, അത് റോമാക്കാരുടെ പ്രവിശ്യയാണ് അത് സിറിയ എന്ന് പറയുന്നത്. അവരെ റോമൻ പട്ടാളക്കാർ പിടികൂടുകയും പേർഷ്യയിൽ നിന്ന് വന്ന ചാരന്മാരാണെന്ന് സംശയിക്കുകയും കമിഷോ എന്ന് പറയുന്നയാളെ കുരിശിൽ തൂക്കി കൊല്ലുകയും ചെയ്തു. ആതിഥേയനെയും അതുപോലെ കൊന്നു. ഇത് കണ്ട് സഭ ഭയന്ന് വിറച്ച് ദുഃഖിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അത്ഭുത സ്തബ്ധരായിപ്പോയി. അഹുഡബുയി എന്ന വ്യക്തി മാത്രം രക്ഷപ്പെട്ട് യെരുശലേമിലേക്ക് ഓടിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന സുറിയാനി സഭ
മെത്രാപ്പൊലീത്തമാർ അദ്ദേഹത്തിന് അഭിഷേകം നൽകി അദ്ദേഹത്തോട് പറഞ്ഞു, നീ തിരികെ പൊയ്ക്കൊള്ളുക, ഇനിയും ആരും ദയവ് ചെയ്ത് അഭിഷേകത്തിനായി അന്ത്യോഖ്യയിലേക്ക് വരരുത്. കാരണം വളരെ അപകടം നിറഞ്ഞ യാത്രയും അവിടെ വന്നു ചേർന്നാൽ തന്നെ സുരക്ഷിതയും ഇല്ലാത്തതാണ്. കാരണം നിങ്ങൾ ഞങ്ങളുടെ ശത്രുവായ പേർഷ്യൻ രാജാവിന്റെ ആസ്ഥാനത്ത് നിന്നാണ് വരുന്നത്. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. അതുകൊണ്ട് ഏകദേശം 230 AD ചർച്ച് ഓഫ് ദ ഈസ്റ്റ് അല്ലെങ്കിൽ പേർഷ്യയുടെ സഭയ്ക്ക് വളരെ ഏറെ സ്വാതന്ത്ര്യങ്ങൾ അന്ത്യോഖ്യ അനുവദിച്ചു കൊടുത്തു. വേറെ ഏകദേശം സ്വതന്ത്രമായ ഒരു സഭയായി നിലനിൽക്കുവാൻ അതിന് എല്ലാ അധികാരങ്ങളും കൊടുത്തു. മെത്രാനെ വാഴിക്കുവാനും അധികാരം കൊടുത്തു, മൂറാൻ കൂദാശ ചെയ്യുവാനും അനുവാദം കൊടുത്തു. അവരോട് പറഞ്ഞ ഒരേ ഒരു നിബന്ധന, നിങ്ങൾ മെത്രാന്മാരെ അവരോധിച്ചു കഴിയുമ്പോൾ അവരുടെ പേരും ഡീറ്റെയിൽസും അന്ത്യോഖ്യയിലേക്ക് എഴുതി അയക്കണം. അതിന് പാത്രിയർക്കീസിന്റെ അംഗീകാരം മേടിച്ചിരിക്കണം. ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ വിശ്വാസപരമായും സാഹോദര്യപരമായും ഐക്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈ രണ്ട് സഭകളും കഴിഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5-ാം നൂറ്റാണ്ടിൽ, അതായത് AD 431 ഒരു വേദവിപരീതമുണ്ടായി. അതോടുകൂടിയാണ് നെസ്റ്റോറിയോസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നു വേദവിപരീതപരമായ സംഹിതകൾ ഉണ്ടാക്കിയത്. അദ്ദേഹത്തോട് ചേർന്ന് ചില ആളുകൾ 451 വിഘടിച്ചു നിന്നു. ആ വിഘടിപ്പ് ഏറ്റവും ഉറച്ചത് AD 486 ആണ്. അങ്ങനെ 486 മുതൽ 489 വരെയുള്ള 3 വർഷങ്ങളിൽ ഈ പിളർപ്പ് വളരെ ആധികാരികമായി അത് ഉറച്ചു. കാരണം സെലൂഷ്യായിലുള്ളവർ നെസ്റ്റോറിയോസിന്റെ സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചു. അങ്ങനെയാണ് അവർക്ക് നെസ്റ്റോറിയർ എന്ന് പേരായത്. അങ്ങനെയാണ് മറ്റ് ക്രിസ്ത്യാനികളെല്ലാവരും ഇവരുടെ വേദവിപരീതം മൂലം അവരെ ശപിച്ചു തള്ളി. അവരുമായി പിന്നെ യാതൊരു സമ്പർക്കവും ഇല്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മനുഷ്യർക്കാർക്കും ഇതിനെ വിധി കൽപ്പിക്കുവാൻ സാധിക്കയില്ല. കാരണം അവരും ക്രിസ്ത്യാനികളായിരുന്നു. അവർ വളരെ നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ചൈന വരെ ക്രിസ്തുമതം സുവിശേഷത്തിനായി പോവുകയും ആ ചൈനയിലുള്ള സഭയെ പോറ്റി പുലർത്തുകയും ചെയ്തവരായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും നോക്കുമ്പോൾ വളരെ ബഹുമാന്യമായ ഒരു സഭ തന്നെയാണ്. അതിനുശേഷം ഷാജൻ സ്കറിയായുടെ വേറെ ഒരു വാചകമാണ്, 4-ാം നൂറ്റാണ്ടിൽ തന്നെ പേർഷ്യൻ സഭ റോമിനോട് ബന്ധം വിച്ഛേദിച്ചിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകില്ല. കാരണം 4-ാം നൂറ്റാണ്ടിലോ അതിനു മുൻപോ പേർഷ്യൻ സഭയ്ക്ക് റോമുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ബന്ധമില്ലാതിരിക്കെ എങ്ങനെയാണ് വിച്ഛേദിക്കുന്നത്? എപ്പോഴാണ് പേർഷ്യൻ സഭയ്ക്ക് റോമുമായി ബന്ധം ഉണ്ടാകുന്നത്? തിട്ടമായിട്ട് അറിയണമെങ്കിൽ പറഞ്ഞു തരാം. കുരിശ് യുദ്ധങ്ങളുടെ കാലത്ത്. ഓക്കെ, ക്രുസൈഡ്സ് എന്ന് പറയുന്ന കുരിശ് യുദ്ധങ്ങൾ ആരംഭിച്ചത് ഏകദേശം 11-ാം നൂറ്റാണ്ടിലാണ്. ആ കാലങ്ങളിലാണ് യോദ്ധാക്കൾ സിറിയയിലേക്കും മെസൊപ്പൊട്ടേമിയയുടെ വടക്കേ ഭാഗങ്ങളിലേക്കും പാലസ്തീനിലേക്കും ഒക്കെ വരുന്നത്. അവിടെയാണ് പേർഷ്യൻ സഭക്കാരെ അവരാദ്യമായി കാണുന്നത്. അത് തന്നെയും പേർഷ്യൻ സഭക്കാരെ അധികം കണ്ടില്ല, സുറിയാനിക്കാരെയാണ് കാണുന്നത്. പേർഷ്യൻ സഭയും റോമുമായി ബന്ധം ഉണ്ടാകുന്നത് ഈ 3-ാമത്തെ കുരിശ് യുദ്ധം, അതായത് 13-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ വടക്കൻ മെസൊപ്പൊട്ടേമിയ ഭാഗങ്ങൾ മുഴുവനും കുരിശ് യുദ്ധക്കാർ പിടിച്ചെടുക്കുകയുണ്ടായി. അതുമൂലം അവരുടെ മിഷനറിമാരെ അങ്ങോട്ട് അയക്കുവാനിടയായി. അങ്ങനെ അവർ നെസ്റ്റോറിയ സഭക്കാരുമായി കണ്ടുമുട്ടുകയും അവരെ റോമായുടെ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതെല്ലാം ഒരു വസ്തുതാപരമായ ഒരു റോമാ സഭയുടെ കീഴിൽ വരിക എന്നത് ആദ്യമായി സംഭവിച്ചത് ഞാൻ
നേരത്തെ പറഞ്ഞതുപോലെ 1553 യോഹന്നാൻ സുലാക്ക റോമിൽ പോയി മാർപ്പാപ്പായ്ക്ക് കീഴടങ്ങിയപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇതും അറ്റങ്ങൾ രണ്ടും കൂട്ടിമുട്ടാതെ ഇങ്ങനെ തന്നെത്താനെ പറഞ്ഞ് ഷാജൻസ്കറിയായിക്ക് സ്വയം തോന്നിയെന്ന് തോന്നുന്നു എന്തോ ഒരു തെറ്റ് പറ്റിയെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു വാചകമാണ്, 4-ാം നൂറ്റാണ്ടിൽ തന്നെ പേർഷ്യൻ സഭ റോമിനോട് ബന്ധം വിച്ഛേദിച്ചിരുന്നു, മറുഭാഗത്ത് അന്ത്യോഖ്യയും ഉണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകില്ല. ഏത് മറുഭാഗം? അന്ത്യോഖ്യ പണ്ടേ അവിടെ ഉണ്ടായിരുന്നു. പത്രോസ്ലിഹ സ്ഥാപിച്ചതാണ്. 34 AD സ്ഥാപിച്ച സഭയാണ്. അതെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ 4-ാം നൂറ്റാണ്ടിൽ റോമും സെലൂഷ്യായും തമ്മിലുള്ള ബന്ധവിച്ഛേദനത്തോടു കൂടിയല്ല അന്ത്യോഖ്യ. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അന്ത്യോഖ്യായ സെലൂഷ്യായിലോട്ട് മാറ്റി സ്ഥാപിച്ചു എന്ന്. അപ്പൊ പിന്നെ എങ്ങനെയാ പറയുന്നത് മറുഭാഗത്ത് അന്ത്യോഖ്യായും ഉണ്ടായിരുന്നു എന്ന്? അതും യുക്തിക്ക് നിരക്കുന്നതല്ല. 9-ാമത്തെ പോയിന്റ്, പേർഷ്യയിൽ നിന്നും ക്നായ്തോമായുടെ കീഴിൽ വിശ്വാസികൾ എത്തി. അത് മുതൽ പോർച്ചുഗീസുകാർ എത്തുവോളം ഒരേ പാരമ്പര്യമായിരുന്നു. ക്നായ്തോമ പേർഷ്യയിൽ നിന്നാണെന്ന് എവിടെ നിന്ന് കിട്ടിയ വിവരമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുകയില്ല. കാരണം സർവ്വചരിത്രങ്ങളും പറയുന്നത് ക്നായ്തോമ എന്ന വ്യക്തി യെരുശലേംകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വന്ന വിശ്വാസികളിൽ ഒട്ടുമുക്കാലും എഡേസ എന്ന് പറയുന്ന റോമാ സാമ്രാജ്യത്തിലുള്ള ചെറിയൊരു പട്ടണം, അത് ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ്, അവിടെ നിന്ന് വന്നവരാണ്. അതിൻ്റെ സർവ്വ തെളിവുകളും ക്നാനായക്കാരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും. പുരാതന പാട്ടുകൾ അതിൽ പറയുന്നു അവർ എവിടുന്നാ വന്നത്. പുകടിയിൽ ലിറ്റോപ്പ് റൈറ്ററിന്റെ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്. 1665 രേഖകൾ നമ്മൾക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും. അതായത് അബ്ദുൽ ജലീൽ, ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ എന്ന അന്ത്യോഖ്യൻ ജെറുസലേമിലെ പാത്രിയർക്കീസ് ആയിരുന്ന, ഇത് അന്ത്യോഖ്യയുടെ കീഴിലുള്ള ഒരു മെത്രാപ്പോലിത്തായുടെ സ്ഥാനപ്പേരാണ് ജെറുസലേം പാത്രിയർക്കീസ്. അദ്ദേഹം വന്നപ്പോഴുള്ള രേഖകളിൽ കാണാം 1685 പാത്രിയർക്കി അബ്ദുൽ മെഷിഹ എന്ന പാത്രിയർക്കീസ് അയച്ച എഴുത്തിനകത്ത് കാണാം 1712 മുതൽ 1729 വരെ മർത്തോമ നാലാമൻ ഡച്ചുകാരുടെ ഗവർണർക്കും ആംസ്റ്റർഡാമിലല്ല ലൈഡൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്ന കാർലോസ് ഷാഫിനും അയച്ച എഴുത്തുകളിൽ ഈ വിവരങ്ങളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നത് ഒരേ ഒരു ചരിത്ര സത്യമാണ്. എഡേസായിൽ നിന്നും ക്നായ്തോമായുടെ കീഴിൽ വന്ന 4-ാം നൂറ്റാണ്ടിൽ നടന്ന സിറിയൻ കുടിയേറ്റക്കാരാണ് സിറിയൻ വിശ്വാസം കേരളത്തിൽ കൊണ്ടുവന്നത് എന്ന് അടിക്കടിയായി ഓരോ ചരിത്രകാരനും ആദ്യം തൊട്ട് ഇങ്ങനെ ചരിത്രം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രം പറയുവാൻ കാരണം തന്നെ ഒന്നുകിൽ അവരെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത ജനങ്ങൾ അവരോട് ചോദിച്ചു കാണണം, എന്തുകൊണ്ടാണ് നിങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അപേക്ഷയുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു സഭ അവരെ അടിച്ചമർത്തുവാൻ ശ്രമിച്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ സ്വയം പടിയോല എഴുതി സ്വയം പ്രഖ്യാപിച്ചതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, 1771 ഒരു പടിയോല എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ചരിത്ര രേഖയായി നമ്മളുടെ കയ്യിലുണ്ട്. നിരണം ഗ്രന്ഥവരിയുണ്ട്, കണ്ടനാട് ഗ്രന്ഥവരിയുണ്ട്. ഇതിലെല്ലാം ഒരേ ഒരു കഥാകഥനം, ഒരേ ഒരു ചരിത്ര ആഖ്യാനം മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. പേർഷ്യയിൽ നിന്നും ക്നായ്തോമായുടെ കീഴിൽ വന്ന വിശ്വാസികൾ സുറിയാനി ഓർത്തഡോക്സ്, അതായത് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സുകാരായിരുന്നു. അന്ന് മുതൽ രണ്ടാമത് വേറെ ഒരു കുടിയേറ്റം കൂടി ഉണ്ടായിരുന്നു കൊല്ലത്ത്. അവരും യാക്കോബായ സുറിയാനി ഓർത്തഡോക്സുകാരായിരുന്നു. ഈ വിശ്വാസത്തിൽ തന്നെ നിലനിന്നത് ആണ് പോർച്ചുഗീസുകാർ 1498 കേരളത്തിൽ വന്നപ്പോൾ കണ്ടത്. ഇതിനുശേഷം ഷാജൻസ്കറിയ പിന്നെ പറയുന്നു 1599 ലത്തീൻ വിശ്വാസങ്ങൾ സുറിയാനിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചു.
കൂനൻകുരിശ് സത്യത്തിൽ അവർ പിളർന്ന് റോമിൽ നിന്നും പിളർന്നു പോയി. പേർഷ്യൻ ചർച്ച് ആൻഡ് ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ആൻഡ് സിറിയൻ ചർച്ച്. ഇത് അദ്ദേഹം ഒരു സഭയെ പറ്റി പറയുമ്പോൾ 3 പേരുകളാണ് പറയുന്നത്: പേർഷ്യൻ ചർച്ച്, ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ആൻഡ് സിറിയൻ ചർച്ച്. ഇതെങ്ങനെ ആളുകൾക്ക് മനസ്സിലാകുമെന്ന്, അദ്ദേഹത്തിന് തന്നെ ഇത് മനസ്സിലായോ എന്ന് ഞാൻ സംശയിക്കുന്നു. പേർഷ്യൻ ചർച്ച് എന്ന് പറയുന്നത് ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ആണ്, ഓക്കെ. പക്ഷെ അവിടെ സിറിയൻ ചർച്ച് എന്നൂടെ എങ്ങനെയാ വരുന്നത്? സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഈസ് ഇൻ ആന്റിയോക്ക്, ഓക്കെ. അവിടെ നിന്നാണ് റഹത്തുള്ള ബാവ വന്നതും അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ കടലിൽ മുക്കി കെട്ടിത്താഴ്ത്തി, കല്ല് കെട്ടിത്താഴ്ത്തി കൊന്നതും. അതിനുശേഷം യാക്കോബായക്കാർ 25,000 പേരാണ് മട്ടാഞ്ചേരിയിൽ തടിച്ചുകൂടി ശപഥം ചെയ്തത്: ഇനി മേലാൽ ഞങ്ങൾ പറങ്കിവേദം എടുക്കുകയില്ല. പറങ്കിവേദം എന്ന് പറയുന്നത് റോമാസഭയിലെ വിശ്വാസമാണ്. അതുകൊണ്ട് 50 വർഷത്തെ അടിച്ചമർത്തൽ സഹിച്ച് ജനം വീണ്ടും കുതറി മാറി സ്വന്തം വിശ്വാസത്തിൽ തുടരുകയായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെയും കാണുവാൻ സാധിക്കുന്നത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, വലിയ ഭൂരിപക്ഷം ആളുകളും വീണ്ടും സുറിയാനി വിശ്വാസത്തിലേക്ക് തന്നെ പോയി. അന്ന് വിഘടിച്ചു പോയ ഒരു ഭാഗമാണ് സീറോ മലബാർ എന്ന സഭ. ഓക്കെ, ഷാജൻ സ്കറിയ പറയുന്നത് പോലെ ലത്തീൻ സഭ എന്നൊരു സഭ ഉണ്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷേ സുറിയാനിക്കാർക്ക് അവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. സീറോ മലബാർ സഭയിലെ ജനങ്ങൾ വളരെ കുറച്ച്, 400 എന്നൊരു നമ്പറാണ് ചരിത്രത്തിൽ കാണുന്നത്. 400 പേരിൽ അധികമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഈ കൂനൻകുരിശ് സത്യത്തിൽ വിഘടിച്ചു പോകാതെ കത്തോലിക്ക സഭയുമായി തന്നെ തുടരുവാൻ നിശ്ചയിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല, ആരും അവരെ ആക്ഷേപിക്കുന്നുമില്ല. കാരണം വിശ്വാസം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം അന്നുണ്ടായിരുന്ന പോർച്ചുഗീസ് പാതിരിമാരുടെ കൂടെ 400 പരം ആളുകൾ ഒരുമിച്ച് നിന്നു. അതിൽ നിന്നും വ്യാപിച്ചതാണ് സിറോ മലബാർ സഭ. അപ്പോൾ ഈ സ്പ്ലിറ്റ് ഉണ്ടായി, വിഭജനം ഉണ്ടായി എന്നത് ശരി. പക്ഷെ അത് പേർഷ്യൻ സഭയും ചർച്ച് ഓഫ് ദി ഈസ്റ്റും സിറിയൻ ചർച്ചും അങ്ങനെയല്ല, 3 വിഭാഗമായി തീർന്നു. ഒന്ന് ലാറ്റിൻ ചർച്ച്. ആദ്യമേ തന്നെ അവർക്ക് സുറിയാനിക്കാരുമായി ഒരു ബന്ധവുമില്ല. പോർച്ചുഗീസുകാരുടെ കീഴിൽ, നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ, അവർക്ക് തന്നെ ഉണ്ടായിരുന്ന ബിഷപ്പിന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന പുതിയതായി ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ക്രിസ്ത്യാനികളായിരുന്നു ലാറ്റിൻ ക്രിസ്ത്യൻസ്. രണ്ടാമത്തേത് യാക്കോബായ സുറിയാനിക്കാരായിരുന്നു. അവരായിരുന്നു ഭൂരിപക്ഷം അന്നുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ. മൂന്നാമത്തേത് വളരെ ചെറിയ ഒരു ഗ്രൂപ്പ്, ആദ്യമേ 400 പരം ജനങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഗ്രൂപ്പ്, അവരാണ് സിറോ മലബാർ സഭ. ഒരു കാര്യം സമ്മതിക്കേണ്ടിയിരിക്കുന്നു, ആ സഭ ആ 400-ൽ തുടങ്ങി വളരെയേറെ വളർന്ന് വലുതായി പുഷ്ടിവെച്ച് ശക്തിയോടെയും ബലത്തോടെയുമാണ് ഇന്നിരിക്കുന്നത്. അത് എറണാകുളം ആസ്ഥാനമാക്കിയാണ്. അതിലെ അംഗമാണ് ശ്രീ ഷാജൻ സ്കറിയ. എല്ലാം സമ്മതിച്ചു തരുന്നു, അവരുടെ അസ്തിത്വത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആ അംഗസംഖ്യ കൊണ്ടും മറ്റ് തരത്തിലുള്ള ബലങ്ങൾ കൊണ്ടും മറ്റ് സഭകളുടെ ചരിത്രം വളച്ചൊടിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് മാത്രം ഞാൻ വീണ്ടും സമർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അദ്ദേഹം പല പ്രാവശ്യം തന്റെ പ്രഭാഷണത്തിൽ പേർഷ്യൻ ചർച്ച്, ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, സിറിയൻ ചർച്ച്, ഈ 3 പദങ്ങളും ഒരു സഭയെ ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇത് ഒരു സഭയല്ല. അന്ത്യോഖ്യയിലെ സഭ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നത് മാത്രമാണ്. പേർഷ്യയിലെ സഭ, അതിൻ്റെ ആസ്ഥാനം സെലൂഷ്യ ആയിരുന്നു ആദ്യമേ. അതിനോടനുബന്ധിച്ച് ടെസ്റ്റിഫോൺ എന്ന മറ്റൊരു പട്ടണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് സെലൂഷ്യ ടെസ്റ്റിഫോൺ ആയിരുന്നു ആസ്ഥാനം. അതിനുശേഷം മുസ്ലിങ്ങളുടെ അബ്ബാസിഡ് കാലിഫേറ്റ് വന്നപ്പോഴത്തേക്കും ഈ സെലൂഷ്യ ടെസ്റ്റിഫോൺ ചരിത്രപരമായി നോക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം
മങ്ങി മങ്ങി വന്ന് അത് മാഞ്ഞു പോയി. പിന്നെ ആ പ്രദേശത്തിന്റെ ആസ്ഥാനം ബാഗ്ദാദ് ആയിത്തീർന്നു. ഈ അബ്ബാസിഡ് ഖാലിഫേറ്റിന്റെ ആസ്ഥാനവും ബാഗ്ദാദ് ആയിത്തീർന്നു. പേർഷ്യയിലെ ക്രിസ്ത്യാനികളുടെ ആസ്ഥാനവും അവിടെ തന്നെ ആയിരുന്നു. പക്ഷെ പലപ്പോഴും മുസ്ലിങ്ങളുടെയും പിന്നെ അതിനുശേഷം ഉണ്ടായ മംഗോളിയൻ ഇൻവേഷൻ, മംഗോളിയയിൽ നിന്നും പല പല കൂട്ടങ്ങൾ പേർഷ്യയിലേക്ക് ഇടിച്ചു കയറി വലിയ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ കാലത്തൊക്കെ നെസ്റ്റോറിയൻ പേട്രിയാർക്ക്, കാത്തോലിക്കോസ് പേട്രിയാർക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. നെസ്റ്റോറിയൻ കാത്തോലിക്കോസ് പേട്രിയാർക്കും യാക്കോബായ സുറിയാനിക്കാരുടെ മഫ്രിയാനായും എല്ലാം ഈ ബാഗ്ദാദ് വിട്ട് വടക്കോട്ട് പ്രയാണം ചെയ്ത് വടക്കേ പട്ടണങ്ങളിൽ തങ്ങളുടെ ആസ്ഥാനം ഉറപ്പിക്കുകയുണ്ടായി. നമുക്ക് ഇതിന് കൃത്യമായ തെളിവ് നമുക്ക് കാണാവുന്നത് ബാരബ്രായ എന്ന യാക്കോബായ സുറിയാനി മഫ്രിയാന്റെ ആസ്ഥാനം തിഗ്രീസിലായിരുന്നില്ല. തിഗ്രീസൊക്കെ തെക്കോട്ടായിരുന്നത് കൊണ്ട് അവിടെയെല്ലാം മുസ്ലിങ്ങളുടെ ബലം കാരണം അവിടെ ക്രിസ്ത്യാനികൾക്ക് സ്വൈര്യമായി താമസിക്കുവാനോ മഫ്രിയാനമാർക്ക് സ്വതന്ത്രമായി തങ്ങളുടെ ജനങ്ങളെ ഭരിക്കുവാനോ സാധിക്കാഞ്ഞതുകൊണ്ട് അവർ വടക്കോട്ട് പോയി അവിടെയാണ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ നെസ്റ്റോറിയൻ പാത്രിയർക്കീസും മാരും ഈ കാലഘട്ടത്തിൽ, അതായത് 12-13 നൂറ്റാണ്ടുകളിൽ. അതൊക്കെ പോകട്ടെ. ആയിരത്തി 653 കുനൻ കുരിശ് ശബ്ദത്തോടുകൂടി സുറിയാനി സഭയിൽ നിന്നും പിളർന്നു പോയ ആ ചെറിയ കൂട്ടം ആളുകൾ ആരുടെ കീഴിലായിരുന്നു എന്നത് തിട്ടമായി ഷാജൻ സ്കറിയ സാറിന് അറിയാമെന്ന് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അറിവിലേക്കും അതുപോലെ അതിനെപ്പറ്റി സംശയമുള്ളവരുടെ അറിവിലേക്കും ഞാൻ വളരെ ചുരുക്കമായി പറഞ്ഞുകൊള്ളട്ടെ. ജോസഫ് സെബസ്ത്യാനി എന്നൊരു പാതിരി അന്ന് കേരളത്തിൽ വന്നു. അദ്ദേഹം ഒരു കാർമലൈറ്റ് പാതിരിയായിരുന്നു, മിഷനറി ആയിരുന്നു. അദ്ദേഹത്തെ ഹിറാപ്പൊലീസ് എന്ന് പറയുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപിന്റെ ബിഷപ്പായിട്ട് ആണ് അവരോധിച്ചത്. കാരണം കേരളത്തിലെ ബിഷപ്പായി അവരോധിക്കാൻ സാധിക്കയില്ല. അത് നിഖ്യാസുന്നതോസിൽ നിശ്ചയിച്ചതാണ്. ഒരു പാത്രിയർക്കീസോ ആർച്ച് ബിഷപ്പോ മറ്റൊരു ബിഷപ്പിന്റെയോ മറ്റൊരു പാത്രിയർക്കീസിന്റെ പ്രവിശ്യകളിലേക്ക് ബിഷപ്പുമാരെ അയക്കരുതെന്ന്. റോമ പാപ്പാമാര് ആ നിയമം അനുസരിച്ചിരുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. അതുകൊണ്ട് ജോസഫ് സെബസ്ത്യാനിയെ ഹിറാപ്പൊലീസ് എന്ന് പറയുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപിലെ ബിഷപ്പായി അവരോധിച്ചാണ് കേരളത്തിലേക്ക് വിട്ടത്. അദ്ദേഹം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ ദയനീയമായ വിധം തോൽപ്പിച്ച് കൊച്ചിയിൽ നിന്നും തുരത്തി. പോർച്ചുഗീസ് പൗരന്മാരെ എല്ലാം തുരത്തിയപ്പോൾ സെബസ്ത്യാനി മുട്ടിന്മേൽ വീണ് ഡച്ച് മേധാവിയോട്, പട്ടാള മേധാവിയോട് അപേക്ഷിച്ചു, ഞങ്ങൾ എല്ലാവരും പോയാൽ ഇവിടെയുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് പുരോഹിത വൃന്ദം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഒരു മെത്രാനെ ഞങ്ങൾ അവരോധിച്ചു കൊടുക്കട്ടെ, അതിന് അനുവാദം തരണം. അങ്ങനെ അനുവാദം കൊടുത്തു. അങ്ങനെയാണ് ഒരു ബിഷപ്പിനെ, അത് യാക്കോബായ സഭയിൽ നിന്നും വളരെ നീചമായ വിധത്തിൽ കാലുമാറിയ ഒരു വ്യക്തിയെയാണ് ബിഷപ്പായി അവരോധിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ ഡി കാംപോ എന്നാണ് പോർച്ചുഗീസുകാർ സെബസ്ത്യാനി അദ്ദേഹത്തിന് പേരിട്ടത്. മലയാളത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറമ്പിൽ ചാണ്ടി എന്ന പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന് ഫാദർ ജോസഫ് സെബസ്ത്യാനി എന്ന പാതിരി അദ്ദേഹത്തെ ബിഷപ്പായി അവരോധിച്ചു. മെഗാറ എന്ന സ്ഥലത്തിന്റെ ബിഷപ്പായിട്ടാണ് അവരോധിച്ചത്. മെഗാറ എവിടാണ്? കേരളത്തിന്റെ ബിഷപ്പായിട്ടല്ല, മലങ്കരയുടെ ബിഷപ്പായിട്ടല്ല, ഇന്ത്യയുടെ ബിഷപ്പായിട്ടുമല്ല. പിന്നെ ഏതാണ് ഈ മെഗാറ? മെഗാറ എന്ന് പറയുന്നത് ഇറ്റലിയുടെയും വടക്കേ ഇറ്റലിയുടെയും ഗ്രീസിന്റെയും ഏകദേശം മധ്യത്തിലായിട്ട് വരുന്ന ഒരു പ്രവിശ്യയിലെ ഒരു ചെറിയ പട്ടണമാണ്. മെഗാറായുടെ ബിഷപ്പായി അവരോധിച്ചാണ് അദ്ദേഹത്തെ കേരളത്തിലെ
പോർച്ചുഗീസുകാരായ കത്തോലിക്കരുടെ മേധാവിയാക്കി വെച്ചിട്ട് പോർച്ചുഗീസുകാർ എല്ലാവരും അവിടെ നിന്ന് നാട് വിട്ടത്. അവിടെയൊക്കെ വളരെ ബൃഹത്തായ ചരിത്രം എഴുതപ്പെട്ടതുണ്ട്. ഇതൊക്കെ വായിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകും. ഇതിന്റെ തെളിവ് വേണമെങ്കിൽ ഫെറോളി എന്ന ജെsuit പുരോഹിതന്റെ 1951 എഴുതിയ പുസ്തകത്തിലെ 58 പേജിലുണ്ട്. അല്ലെങ്കിൽ ഈ ജോസഫ് സെബസ്ത്യാനി എന്ന പാതിരി തന്നെ എഴുതിയ പുസ്തകം 1672 അതിന്റെ 143 പേജിലുണ്ട്. രണ്ടാമത്തെ എൻ്റെ കിഴക്കോട്ടുള്ള യാത്ര എന്നാണ് പുസ്തകത്തിന്റെ പേര്. സെക്കോണ്ട സ്പെച്ചിയോനെ അലിൻഡി ഓറിയന്റാലി. പിന്നെ പാവലീനോ ബാർത്തലോമിയോ ഇന്ത്യ ഓറിയന്റാലിസ് ക്രിസ്ത്യാന എന്ന പുസ്തകം 1794 പുസ്തകം 77 പേജിലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫെറോളിയുടെയും പുസ്തകം. ഇതെല്ലാം നോക്കുമ്പോൾ ചരിത്രം, എഴുതപ്പെട്ട ചരിത്രമുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഹൃദിസ്ഥമാക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം സഭാചരിത്രം പറയുവാൻ തുനിയുന്നത് തന്നെ എന്ന് ഞാൻ വളരെ ക്ഷമാപണത്തോടെ ശ്രീ ഷാജൻ സ്കറിയായോട് പറഞ്ഞു കൊള്ളട്ടെ. അദ്ദേഹം പറയുന്ന വേറൊരു വാചകം, എന്നാൽ ഈ കുഞ്ഞൻകുരിശ് സത്യത്തിന് ശേഷം അന്നുണ്ടായിരുന്ന കത്തോലിക്കരോട് വിയോജിച്ചുകൊണ്ട് പേർഷ്യൻ സഭ പുറത്തു പോകുന്നു. ഇതെന്തായിരിക്കാം പേർഷ്യൻ സഭ പുറത്തു പോകുന്നു എന്നുള്ള വാചകം? കാരണം അവർക്ക്, അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, അവർക്ക് മെത്രാനില്ല, തുറമുഖങ്ങൾക്ക് കാവൽ ഇട്ടിരിക്കുന്നു. പിന്നീട് ഇവർ മെത്രാനെ തേടി പോകുന്നത് അന്ത്യോഖ്യയിലേക്കാണ്, പേർഷ്യയിലേക്കല്ല. അന്ത്യോഖ്യൻ സഭയും പേർഷ്യൻ സഭയും ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു പേർഷ്യൻ സഭ, അന്ത്യോഖ്യൻ സഭ നിന്നുപോയി, അത് പേർഷ്യയിലേക്ക് മാറ്റിവെച്ചതു എന്നൊക്കെ. പക്ഷെ പിന്നെ അദ്ദേഹം പറയുന്നു, ഇത് എന്തുകൊണ്ടായിരുന്നിരിക്കാം അന്ത്യോഖ്യയിലേക്ക് ആളെ വിട്ടത് മെത്രാനെ ആവശ്യപ്പെട്ടുകൊണ്ട്, എന്തുകൊണ്ട് പേർഷ്യയിലേക്ക് ആവശ്യപ്പെട്ടില്ല? അത് ജിയോഗ്രാഫിക്കൽ പ്രശ്നമായിരുന്നിരിക്കാമെന്ന് ഷാജൻ സ്കറിയ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നു. ഇത് എത്ര യുക്തിഹീനമാണെന്ന് കാണാം. മർദീൻ എന്ന് പറയുന്ന അന്നത്തെ അന്ത്യോഖ്യൻ പാത്രിയർക്കീസന്മാരുടെ ആസ്ഥാനം 5000 കിലോമീറ്റർ അകലെയാണ്. എത്തിപ്പെടാൻ ഏറ്റവും പ്രയാസമായ സ്ഥലം. കാരണം വളരെ ധൃതിയിൽ ഒഴുകുന്ന ഒരു നദിയാണ് ടൈഗ്രീസ് എന്നത്. അതിനകത്തൂടെ അതിന്റെ നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് വഞ്ചിയിലൊന്നും പോകുവാൻ സാധിക്കില്ല. നദീ തീരത്തുകൂടി നടക്കണം. എന്നാലും കീഴ്ക്കാൻ തൂക്കായ മതിൽക്കെട്ടുകളുടെയും ഇടയ്ക്കൂടെയും തസ്കരന്മാരുള്ള താഴ്വരയിൽ കൂടിയൊക്കെ വേണം നടന്ന് അവിടെ ചെല്ലാൻ. ബാഗ്ദാദ് ആണെങ്കിൽ ഏറ്റവും അടുത്താണ്, കപ്പലിൽ ഇരുന്നാൽ മതി, അവിടെ ചെന്ന് ഇറങ്ങാം. പിന്നെ എന്തിനാണ് അന്ത്യോഖ്യയിലേക്ക് പോയത്? ഇങ്ങനെയാണ് അസത്യപരമായ കൃത്രിമമായി നിർമ്മിച്ച ചരിത്രം പ്രോപ്പഗാൻഡയ്ക്കായി ഉപയോഗിക്കുന്നത്. നമുക്ക് തിട്ടമായി അറിയില്ല എങ്കിൽ നമ്മൾ വിശ്വസിച്ചു പോകും. പിന്നെയും അദ്ദേഹം പറയുന്നു, നേരത്തെ റോമിനോട് വിച്ഛേദിച്ച് നിന്നിരുന്ന അന്ത്യോഖ്യ മെത്രാന്മാരെ കേരളത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ യാക്കോബായ സഭ സ്ഥാപിക്കപ്പെടുന്നു. നേരത്തെ റോമിനോട് വിച്ഛേദിച്ച് നിന്നിരുന്ന, ഏത് നേരത്തെ തന്നെ? എന്തുകൊണ്ട് റോമിനോട് വിച്ഛേദിച്ച് നിന്നിരുന്നു? ഇതൊക്കെ ന്യായമായ വാദങ്ങളല്ല. റോമിനോട് വിച്ഛേദിച്ച് കേരളത്തിലെ അന്ത്യോഖ്യയിലെ സഭ വിശ്വാസപരമായി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ റോമിന് പ്രവിശ്യകൾ കിഴക്കില്ലായിരുന്നു. കിഴക്ക് മെത്രാനെ വാഴിച്ചയക്കുവാൻ അന്ത്യോഖ്യയ്ക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. അത് റോം തന്നെ അംഗീകരിച്ച വസ്തുതയാണ്. അതുകൊണ്ട് കേരളത്തിലെ യാക്കോബായക്കാർക്ക് റോമാനുകം വലിച്ചെറിഞ്ഞപ്പോൾ അവർ ന്യായമായും അന്ത്യോഖ്യയോടാണ് അപേക്ഷിച്ചത്. അന്ത്യോഖ്യ അവർക്ക് മെത്രാനെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യാക്കോബായ സഭ 1665 അല്ല സ്ഥാപിക്കപ്പെട്ടത്. ഇത് ഈ കാര്യം പറയുവാനാണ് ഇങ്ങനെ ചരിത്രം വളച്ചൊടിക്കുന്നവർ അതിനു മുമ്പുള്ള ചരിത്രം മുഴുവൻ വികൃതമാക്കുന്നത്. കാരണം ഒരേ ഒരു ലക്ഷ്യത്തെ ലാക്കാക്കിയാണ് ഈ ചരിത്ര രചന പോകുന്നത്. അതായത് 1665 ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ വന്നപ്പോൾ മാത്രമാണ് യാക്കോബായ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്ന് സമർത്ഥിക്കുവാൻ. അങ്ങനെ അല്ലാത്തത് കൊണ്ട്
ഈ പോയിന്റ് തെറ്റാണ്. ഇതുവരെയുള്ള ചരിത്ര ആഖ്യാനവും തെറ്റാണ്. മറ്റൊരു പോയിന്റ്, റോമിൽ നിന്ന് മാറി നിന്നിരുന്ന പൗരസ്ത്യ സഭയായ സിറിയൻ സഭയായ പേർഷ്യൻ സഭയുടെ പിന്തുടർച്ച പിന്നെ അങ്ങനെ അന്ത്യോക്യൻ സഭയ്ക്ക് എങ്ങനെയാണ് അന്ത്യോക്യൻ സഭയ്ക്ക് ലഭിക്കുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. ആ പാരമ്പര്യം പാത്രിയർക്കീസ് ഇപ്പോഴും തുടർന്നു വരുന്നു. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട യാക്കോബായ സഭയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ മാത്രമാണ് യാക്കോബായ സഭ ഉള്ളത്. ഇതൊക്കെ പോഷത്തരമാണ്. കാരണം അന്ത്യോഖ്യയിലെ, അതായത് സിറിയയിലെയും മെസൊപ്പൊട്ടേമിയയിലെയും എല്ലാം സുറിയാനി ഓർത്തഡോക്സ് സഭക്കാരെ പല കാലങ്ങളോളം യാക്കോബായക്കാർ എന്ന് വിളിച്ചിരുന്നു. അതിന് വേറൊരു കാരണമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ സുറിയാനിക്കാർ എന്ന ഒറ്റ പദത്തിന്മേൽ നിന്നു അവരുടെ വ്യക്തിത്വം, വിശ്വാസപരമായ വ്യക്തിത്വം. അത് കേരളത്തിൽ വീണ്ടും പുനഃസ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് സുറിയാനി സഭ എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ അരോചകമായിരുന്നു. കാരണം ബഹുമാനം അർഹിക്കുന്ന ഒരു സഭയായിരുന്നു. അപ്പോൾ പരിഹാസപരമായ യാക്കോബായ സഭ എന്ന് മാത്രം അവരെ വിളിച്ചു. 19-ാം നൂറ്റാണ്ടിൽ CMS മിഷനറിമാരും ബ്രിട്ടീഷ് അധികാരികളും, ബ്രിട്ടീഷ് സാമ്രാജ്യ അധികാരികളല്ല, ആദ്യമേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അധികാരികളും ഇവരെ യാക്കോബായക്കാർ എന്ന് മാത്രം വിളിക്കുവാൻ തുടങ്ങി. അല്ലാതെ ഈ പേര് യാക്കോബായക്കാർ കേരളത്തിലുള്ളവരും സിറിയയിലുള്ളവരും എല്ലാം അഭിമാനത്തോടെ സ്വയം വഹിക്കുവാൻ തയ്യാറാകുന്ന പേരാണ്. കാരണം അവരുടെ സഭയുടെ വളരെ ക്ഷീണിച്ച സ്ഥിതിയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു പുണ്യവാന്റെ പേരാണ് യാക്കോബ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരേ ഒരു വാചകം, അഞ്ജനമെന്നത് ഞാനറിയും, മഞ്ഞള് പോലെ വെളുത്തിരിക്കും എന്ന മലയാള ചൊല്ലു പോലെയുള്ള കുറെ വാചകങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീ ഷാജുൻ സ്കറിയ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ആരുടെയും ജ്ഞാനം പൂർണ്ണമല്ല, എൻ്റെയും അല്ല എന്ന് ഞാൻ വിനീതമായി പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ട് പറയുന്നതല്ല എന്നുള്ളതാണ് ഇതിലെ സങ്കടം. ഇത് ഒരു പ്രോപ്പഗാൻഡ, പ്രചാരണത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന് ചരിത്ര പുസ്തകം അനേകം വായിച്ചതുകൊണ്ട് എനിക്ക് തിട്ടമായി പറയുവാൻ സാധിക്കും. 17-ാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായതാണ് സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസം കേരളത്തിൽ എന്ന് സമർത്ഥിക്കുവാനാണ്. അതായത് പണ്ടേ കേരളത്തിൽ റോമാസഭ ഉണ്ടായിരുന്നു എന്നും സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ എത്ര ഇടത്തോട്ടോ വലത്തോട്ടോ വലിച്ചാലും ചരിത്രപരമായ ആഖ്യാനമായി ഇത് പരസ്പര ബന്ധമില്ലാതെ കിടക്കുകയാണ്. അവർക്കതിനെ ഒട്ടിപ്പിടിപ്പിക്കാനും കഴിയുകയില്ല. ഇനി കഴിഞ്ഞാൽ തന്നെ നുണകൾ എന്ന പശ കൊണ്ട് മാത്രമാണ് ഒട്ടിക്കുവാൻ സാധിക്കുന്നത്. അത് പെട്ടെന്ന് വിണ്ട് കീറി പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് പ്രശ്നം? മറ്റ് എല്ലാ സഭക്കാരും റോമിന്റെ മുമ്പിൽ നമിക്കണം. എല്ലാ പാത്രിയർക്കീസുമാരും എല്ലാ ക്രിസ്ത്യാനികളും റോമിന് കീഴിൽ വരണം എന്നൊക്കെ പണ്ടേ റോമിന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴും നടക്കുന്ന പ്രചാരണത്തിന്റെ ഒരു ഭാഗമാണിത്. കാരണം അവരുടെ വിശ്വാസപ്രകാരം റോമാസഭയാണ് ഏറ്റവും ശരിയായത്, ഏറ്റവും സത്യമായത് എന്നാണ്. ഇത് കത്തോലിക്ക വിശ്വാസികൾക്ക് വിശ്വസിക്കുന്നത് അവരുടെ ആത്മാഭിമാനമാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഈ വാചകം തന്നെ പറഞ്ഞാണ് സുറിയാനി ഓർത്തഡോക്സുകാരായ ഇന്നത്തെ യാക്കോബായക്കാരോട് മത്സരിച്ചത്. അവരും പറഞ്ഞു, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ പ്രൊട്ടസ്റ്റാന്റ് സഭ ആണ് ഏറ്റവും സത്യമായത്, ഏറ്റവും മേന്മയേറിയത്. ബാക്കി എല്ലാവരും വേദവിപരീതികളാണ്. നിങ്ങളുടെ രീതികളെല്ലാം പ്രാകൃതമാണ്. നിങ്ങൾ അവയെല്ലാം വിട്ടുമാറി ഞങ്ങളുടെ കീഴിലേക്ക് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാകാമല്ലോ എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് കേരളത്തിലെ ആദ്യം മുതലേ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ ദണ്ണിപ്പിക്കുകയും ഞെരുക്കുകയും
ചെയ്ത അവരുടെ പള്ളികളും ആസ്തികളും പിടിച്ചെടുക്കുകയാണ് ഈ 3 സാമ്രാജ്യ ശക്തികളും ചെയ്തത്. ഈ 3 യൂറോപ്യൻ അധിനിവേശ ശക്തികളും യാക്കോബായ സുറിയാനിക്കാരെ 500 വർഷത്തോളം ഇങ്ങനെ പല വിധത്തിലും ദണ്ഡിപ്പിച്ചു. അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് തങ്ങളുടെ സഭയിലേക്ക് ബലപ്രയോഗത്താൽ ചേർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ യാക്കോബായക്കാർ അതിന് കൂട്ടാക്കാതെ, യാക്കോബായക്കാർ എന്നല്ല, അന്നത്തെ അവരുടെ പേര് സുറിയാനി ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ, അതിന് വഴങ്ങിക്കൊടുക്കാതെ ചെറുത്തു നിന്നു. അതുമൂലം ആണ് അവർ പ്രയാസങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നത്. അവരുടെ തന്നെ അപേക്ഷ പ്രകാരം അവരെ രക്ഷിക്കുവാൻ സിറിയയിൽ നിന്ന് വന്ന മെത്രാന്മാരെ ഈ അധികാരികൾ വളരെ പീഡിപ്പിച്ചു. ചിലരെ തടവിലാക്കി, ചിലരെ പള്ളികളിൽ നിന്ന് വിലക്കി. അവരെ പിന്താങ്ങിയ വിശ്വാസികളെ പിടിച്ച് തടവിലിട്ട് ദണ്ഡിപ്പിച്ചു. ഈ മെത്രാന്മാരെ ചിലരെ കപ്പലിൽ കയറ്റി തിരികെ അയച്ചു. ഒരാളെ കടലിൽ കെട്ടി താത്ത് കൊല്ലുക വരെ ചെയ്തു. ഒരു വിധത്തിലാണ് യാക്കോബായ സുറിയാനിക്കാർ ഈ വിദേശ മേധാവിത്വത്തിന്റെ 500 വർഷങ്ങളിൽ സത്യവിശ്വാസമെന്ന് അവർ കരുതുന്ന അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് അതിൽ തന്നെ നിലനിന്നത്. ഇതാണ് സത്യാവസ്ഥ. കഴിഞ്ഞ ഏകദേശം 100 വർഷമായി കത്തോലിക്ക സഭ ചരിത്രകാരന്മാരും മർത്തോമ സഭക്കാരും ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന പുതിയ സഭക്കാരും ഷാജൻസ്കറിയായെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരും പ്രോപ്പഗാൻഡ എന്ന ഖഡ്ഗം ഉപയോഗിച്ച് ചരിത്രം തിരുത്തി എഴുതുവാൻ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഇതര സഭകളിലെ ചരിത്രകാരന്മാരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചരിത്രകാരന്മാര് അവരുടെ ചരിത്രങ്ങൾ വായിച്ചാൽ യാതൊരു യാക്കോബായക്കാരനും കണ്ണുനീരൊഴുക്കാതിരിക്കാൻ സാധിക്കയില്ല. കാരണം അത്രമാത്രം നീചമായ വിധത്തിലാണ് യാക്കോബായ സഭയെ അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അസത്യമായ വിധത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവ പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളായതുകൊണ്ട് ലൈബ്രറികളുടെ ഷെൽഫുകളിൽ ഭാരമായി അവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴും മറ്റുള്ളവർക്ക് വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ഇരിക്കുകയാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇങ്ങനെ ഡിജിറ്റൽ മാധ്യമത്തിൽ കൂടിയും ഈ അസത്യങ്ങൾ തന്നെ വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. യാക്കോബായക്കാർ ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ തങ്ങൾക്ക് തന്നെ കുറച്ചിലും തങ്ങളുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടും നുണപ്രചാരകർ എന്ന ആക്ഷേപവും ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഇത്രത്തോളം മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വാക്കുകളുടെ അതിപ്രസരമുള്ള ഈ ഡിജിറ്റൽ യുഗത്തിൽ മറുപടി പറയുവാൻ യാക്കോബായക്കാർ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു. നിങ്ങൾ മാന്യ പ്രേക്ഷകർ ഒന്ന് ഓർത്തു നോക്കിയാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകും. 16-ാം നൂറ്റാണ്ടിൽ റോമിനോട് മത്സരിച്ചു, 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരോട് മത്സരിച്ചു, 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരോട് മത്സരിച്ചു. സുറിയാനിക്കാർ ഇല്ലാതെ യോജിച്ചു പോയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യസാധ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമായിരുന്നു. അവർക്ക് സുരക്ഷയുണ്ടാകുമായിരുന്നു, ശക്തിയും ബലവും അധികാരികളുടെ പിന്താങ്ങലും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ നേട്ടങ്ങളെ യാക്കോബായ സുറിയാനിക്കാർ തൃണവൽഗണിച്ചു. അതായത് പുല്ലിന്റെ വിലയെ അവർ അതിന് കൊടുത്തുള്ളൂ. അതുകൊണ്ട് അവർ ചെറുത്തു നിന്നു. സ്വയം രക്ഷിക്കുവാനും തനിക്ക് ലാഭമുണ്ടാക്കുവാനും നോക്കിക്കൊണ്ട് അന്ന് പൂർവികർ വിശ്വാസത്യാഗം ചെയ്തിരുന്നെങ്കിൽ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് എന്ന പൗരാണിക സഭ കേരളക്കരയിൽ നിന്നും മാഞ്ഞു പോയേനെ. അതിനുവേണ്ടി ഏത് കഷ്ടനഷ്ടങ്ങളും സഹിക്കുവാൻ അന്ന് പൂർവികർ തയ്യാറായതുപോലെ ഇന്നും അവർ ആകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് IOC-ക്കാരുടെ തല്ലുകൊള്ളുകയും പള്ളിപിടുത്തം അനുഭവിക്കുകയും പള്ളിക്കകത്ത് നിന്ന് തല്ലി പുറത്തോട്ട് വലിച്ചെറിയുന്നത് അനുഭവിക്കുകയും ഏതെല്ലാം വിധത്തിൽ അവരെ കോടതി കയറ്റുകയും, ഇതെല്ലാം യാക്കോബായക്കാർ ദുഃഖങ്ങളും ദണ്ഡങ്ങളും നഷ്ടങ്ങളും ഇവയെല്ലാം സഹിക്കുകയല്ലാതെ ഒരിക്കലെങ്കിലും അക്രമാസക്തമായി പ്രതികരിച്ചിട്ടില്ല എന്ന് എൻ്റെ പ്രേക്ഷകർ ദയവായി ഓർക്കുമല്ലോ. പ്രത്യേകിച്ചും കഴിഞ്ഞ 5-6 വർഷങ്ങളായി അവരുടെ ഒരേ ഒരു പ്രതികരണം നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. തിരികെ തല്ലുവാനോ പകരം വീട്ടുവാനോ ആയുധമെടുക്കുവാനോ അവർ പോയിട്ടില്ല. ഇത് കേരളത്തിലെ പൊതുജനസമൂഹം
ഒരേ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. ഇത് യാക്കോബായക്കാരുടെ സ്ഥിരതയെയും അവരുടെ സത്യമായ അടിപതറാത്ത നിലപാടിനെയും മാത്രമാണ് കാണിക്കുന്നത്. അവസാനമായി ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഷാജൻ സ്കറിയ എന്ന ഒരു മഹാനായ വ്യക്തി തന്നെയാണ് അദ്ദേഹം. വളരെയേറെ കാഴ്ചക്കാരും കേൾവിക്കാരുമുള്ള ഒരു ന്യൂസ് മീഡിയ ചാനലിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഫണ്ടമെന്റലായി, അടിസ്ഥാനപരമായി സഭയുടെ ചരിത്ര വസ്തുതകൾ തെറ്റിപ്പോയിരിക്കുന്നു. അത് അവയുടെ പ്രസക്തി എന്താണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതിൽ എന്ത് പാറ്റേൺ ആണ് പൊങ്ങി വരുന്നത് എന്ന് അദ്ദേഹം കണ്ടിട്ടില്ല. സിറോ മലബാർ കത്തോലിക്ക സഭ യാക്കോബായ സുറിയാനി സഭയിൽ നിന്നും പിളർന്നു പോയത് 1663 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അതൊന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയുന്നു. കാരണം പോർച്ചുഗീസുകാരുടെ ലത്തീൻ വിശ്വാസം അവർക്ക് കൂടുതൽ ആകർഷണീയമായിരുന്നു. അതിൽ തുടരുവാൻ അവർ ആഗ്രഹിച്ചു. അവരുടെ ബലത്തിൽ പങ്കുചേരാം എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതിനുശേഷം അവർ അടുത്ത 220ഓളം വർഷങ്ങളിൽ വളരെ സങ്കടങ്ങൾ അവർ സഹിക്കേണ്ടി വന്നു. രണ്ടാമതായി 1772 അധികാരമോഹിയായ മറ്റൊരു മെത്രാൻ വഞ്ചനാപൂർവം പട്ടമേറ്റു. ഒരു ചെറിയ സംഘത്തെയും കൂട്ടി കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാന്റെ ആജ്ഞയെ ധിക്കരിച്ച് കൊച്ചി രാജ്യത്ത് നിന്ന് ഒളിച്ചോടി തൊഴിയൂർ ചെന്ന് അവിടെ പറമ്പ് മേടിച്ചു പള്ളിയും വെച്ച് യാക്കോബായ സഭയിൽ നിന്നും പിളർന്നുപോയി. ഇതാണ് തൊഴിയൂർ മലബാർ സ്വതന്ത്ര സഭ. മൂന്നാമതായി അതുപോലെ തന്നെ വഞ്ചനാപൂർവം അങ്ങ് ദൂരെ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ അടുത്ത് ചെന്ന് കയ്യിൽ നിന്നും മെത്രാൻ പട്ടം ഏറ്റ് തിരികെ വന്ന് ബ്രിട്ടീഷുകാരോട് ചതിവോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് 45 വർഷത്തോളം പ്രൊട്ടസ്റ്റാന്റ് സഭക്കാരുടെയും അവരുടെ പൊളിറ്റിക്കൽ ഉദ്യോഗസ്ഥരുടെയും മിഷനറിമാരുടെയും സഹായത്തോടെ യാക്കോബായക്കാരെ അടക്കി അവരുടെ വിശ്വാസ ആചാരങ്ങൾ ത്യജിച്ച് തങ്ങളുടെ കൂടെ കൂട്ടുവാൻ ശ്രമിച്ച് ഇരുമ്പ് ദണ്ണുകൊണ്ട് സഭയെ ദണ്ണിപ്പിച്ച് ഞെരുക്കം ചെയ്തു അവർ. ഒടുവിൽ യാക്കോബായക്കാർ 1889 കുതറിമാറി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെ തുടർന്ന് നിന്ന ഒരു കൂട്ടം യാക്കോബായ ജനങ്ങളാണ് പുതിയ സഭയായി രൂപാന്തരപ്പെട്ട് മാർത്തോമാ സഭ സ്ഥാപിച്ചത്. നാലാമതായി മറ്റു 3 പ്രാവശ്യത്തെയും പോലെ യാക്കോബായ സഭയിൽ നിന്നും വിഘടിച്ചുപോയ ഒരു പുതിയ സഭയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് എന്നവർ. അവർ വെറും ഓർത്തഡോക്സ് സഭ അല്ല. വിചിത്രമായി വ്യാകരണ നിയമം ലംഘിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ മലങ്കര സഭ എന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നും ഒക്കെ കോടതികളിലും പൊതുസമൂഹത്തിലും തരം പോലെ പേര് മാറ്റി മാറ്റി പറഞ്ഞാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ വിവരങ്ങൾ പറയുന്നത് ഷാജൻ സ്കറിയ ഇവരുടെയൊക്കെ ഉത്ഭവം തെറ്റായിട്ടും തെറ്റായ രീതിയിലും തെറ്റായ ഡേറ്റിലും ഒക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഇതിലൊന്നിലും യാക്കോബായക്കാർക്ക് ഒരു പരാതിയുമില്ല. വിശ്വാസകാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മതസ്വാതന്ത്ര്യമാണ്. ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യക്കാരുടെയും ചരിത്ര രചനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഷാജൻ സ്കറിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ആദ്യമേ ഞാൻ പറഞ്ഞുവല്ലോ, മുൻകൂർ ജാമ്യം എടുത്തത്. ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ചരിത്രം പറയുമ്പോൾ 2 തരമായിരിക്കും, അത് ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ബലമുള്ളവൻ തൻ്റെ ചരിത്ര വീക്ഷണം ബലഹീനന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ എപ്പോഴും ശ്രമിക്കും. പക്ഷെ എത്ര ബലഹീനർക്കും അറിയാം അവർക്ക് ഉള്ളിലുള്ള തങ്ങളുടെ ചരിത്രത്തിന്റെ സത്യബോധം അത് ബലം കൊണ്ട് മറ്റൊരുത്തിന് മാറ്റിയെടുക്കുവാൻ സാധിക്കയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് തന്നെയാണ് ചരിത്രാഖ്യാനപരമായി യാക്കോബായക്കാരുടെ നിലപാട്. കാരണം അവർ എളിമയോടെ താഴ്മയോടെ തങ്ങളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു. അധികം ചരിത്രകാരന്മാർ മറ്റു സഭക്കാരെ നിന്ദിക്കുവാനോ അവരുടെ ചരിത്ര വീക്ഷണം ക്രിട്ടിസൈസ് ചെയ്യുവാനോ ഒരുമ്പെടുകയില്ല. കാരണം അവർ അഭിമാനമുള്ളവരാണ്, അവർ എളിമയുള്ളവരാണ്, താഴ്മയുള്ളവരാണ്. പക്ഷെ ഞാൻ അതിന് മുതിർന്നത് എന്നോട് ക്ഷമിക്കുക. യേശുതമ്പുരാന്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിച്ചാൽ
നിന്റെ മേലങ്കിയും അവന് വിട്ടുകൊടുക്ക. ഇത്ര മഹത്തായ വചനമാണിത്. ഇതൊക്കെ ഓർക്കുമ്പോൾ യാക്കോബായക്കാരെ അവരുടെ പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് എന്ത് ദ്രോഹം ഇങ്ങോട്ട് ചെയ്താലും അങ്ങോട്ട് ദ്രോഹം ഒന്നും ചെയ്യരുത്. അത് തന്നെയാണ് കേരളത്തിലെ തെരുവീഥികളിൽ മാന്യരായ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുമല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പ്രതികരിക്കയില്ല, കാരണം അവർ ശാന്തശീലരാണ്. ഒരു കാര്യം മിസ്റ്റർ ഷാജൻ സ്കറിയായെ പോലെയുള്ളവർ ചരിത്രം എഴുതുന്നവരും പ്രസംഗിക്കുന്നവരും ഓർക്കണമേ എന്നാണ് എൻ്റെ അപേക്ഷ. സത്യത്തെ എത്രമാത്രം അടക്കി വെച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. രണ്ടാമത്, ഗിബൽഷ്യൻ സിദ്ധാന്തം ഉപയോഗിച്ച് 1000 പ്രാവശ്യം ഒരു അസത്യം ആവർത്തിച്ചുരുവിട്ടാലും അത് സത്യമാവുകയില്ല. മൂന്നാമത്, മഹാനായ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും ചവിട്ടിയാൽ ഏതൊരു മണ്ണിരയാണേൽ പോലും തിരിഞ്ഞുകൊത്തും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നതിന് വളരെ നന്ദി. നമസ്കാരം.